ഇന്ന് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഗീ റൈസ് തയ്യാറാക്കിയാലോ? പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. 2 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചേക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സവോള വേണം. ഒരു 2-3 സവോള ചെറുതാണെങ്കിൽ എടുക്കാം, ഒരു വലിയ സവോള ആയാലും മതി. ഇനി ഇതിലേക്ക് ഒരു കറുവാപ്പട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതൊരു 3-4 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ചെറുതാണെങ്കിൽ ഒരു 2-3 ബേ ലീഫ് എടുക്കാം, വലുതാണെങ്കിൽ 1 മതി. അത് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് വെച്ചേക്കാണ്. നമ്മളിതാ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് കളയാൻ പാകത്തിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഞാനിവിടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 കരയാമ്പൂ എടുത്തിട്ടുണ്ട്, 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, വളരെ കുറച്ച്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒരു പിടി സവോള ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒന്ന് വഴറ്റണം. സവോളയും മൊരിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഗീ റൈസിലേക്ക് നമ്മൾ വഴറ്റിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. റൈസും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൽ ഓൾ സ്പൈസസ് ആദ്യം ചേർത്ത് വഴറ്റിയതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് കൈമ റൈസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്, അതായത് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളവരണം. അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് രസം ഇച്ചിരി കൂടുതൽ നിൽക്കുന്ന വിധത്തിൽ വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ ലൈം ജ്യൂസ്, അതായത് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം പ്രഷർ പോയിട്ട് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഗീ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഇനി കുറച്ച് നേരം നമ്മളിത് തുറന്നു വെക്കുമ്പോഴേക്കും നല്ലതുപോലെ സെറ്റായിട്ട് വരും. ഇപ്പം തന്നെ കണ്ടോ, നല്ല ഉലർന്ന് തന്നെയാണ് നമ്മുടെ റൈസ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അതിൻ്റെ മുകളിലേക്ക് പിസ്തയും കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്താൽ മതി, വറുത്തത്.